സോ അങ്ങനെയാണ് നമ്മുടെ മാർവലിന്റെ സൂയിസൈഡ് സ്ക്വാഡ് കണ്ടു. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ അടുത്തിടയിൽ നമ്മൾ മാർവലിന്റെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം അതിനേക്കാളും വേ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തണ്ടർബോൾട്ട് സിനിമയെ ഏറ്റവും കൂടുതൽ എന്താ പറയുക അതിനെ ശോകമാക്കിയിട്ടുണ്ടായിരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ആദ്യം നമുക്ക് എന്താണെങ്കിൽ പടത്തിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ചാണ് സംസാരിക്കുക. അത് ഇതിനകത്തുള്ള ഈ ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്പോയിലർ ഫ്രീ ആയിട്ട് നമ്മൾ ആക്ച്വലി സ്റ്റോറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ അവഞ്ചേഴ്സ് ഒന്നും ഇപ്പം ഇല്ല. അപ്പം നമ്മുടെ എർത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പുതിയ അവഞ്ചേഴ്സ് ആരാണ്? നമ്മുടെ ഈ പറയുന്ന ആൻറ്റി ഹീറോസ് തന്നെയാണ്. അതിനകത്ത് നമ്മുടെ ബക്കിയുണ്ട്, പിന്നെ നമ്മുടെ പഴയ മറ്റേ വിന്റർ സോൾജർ അല്ലല്ലോ, ക്യാപ്റ്റൻ അമേരിക്ക ആൻഡ് വിന്റർ സോൾജറിൻ്റെ ആ ഒരു സീരീസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ എലീന ഉണ്ട്, പിന്നെ പുള്ളിക്കാരിയുടെ ഫാദർ ഉണ്ട്, റെഡ് ഗാർഡിയൻ ഉണ്ട്, പിന്നെ ഗോസ്റ്റിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് പ്ലസ് ബോബും കൂടി ചേർന്നിട്ട് ഒരു ടീം ഉണ്ടാക്കുന്നു. ആൻഡ് ഇവരാണ് നമ്മുടെ എർത്തിനെ തടുത്ത് നിർത്താൻ വേണ്ടി പോകുന്ന ഈ ഒരു ത്രെറ്റിൽ നിന്ന്. ഇതാണ് സ്പോയിലർ ഫ്രീ ആയിട്ട് എനിക്ക് ഇതിൻ്റെ കഥയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് തന്നെ. ആൻഡ് ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവരുടെ ഈ ഒരു ടീം ഡൈനാമിക്സ് ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് വൺ പൊളിയായിട്ട് തന്നെ ഇവിടുത്തെ ടീം അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് അത്യാവശ്യം നൈസായിട്ട് തന്നെ അവർക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ടീം ഡൈനാമിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ തന്നെ നമുക്കറിയാം, അതായത് ഇവരൊരു എന്താ പറയുക ആൻറ്റി ഹീറോസ് ആണ്, ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അവരുടെ ആ ഒരു ടീം ഡൈനാമിക്സ് തന്നെയായിരുന്നു ഈ ഒരു സിനിമ സൂപ്പറാക്കിയതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പടം കുറച്ചും കൂടി റിവോൾവ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലോറൻസ് പ്യൂഗിൻ്റെ ക്യാരക്ടറിനെ വെച്ച് തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരി അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയുന്നത് നമ്മുടെ വിന്റർ സോൾജർ ബക്കി ഒരു കിടിലൻ പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാവരും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസിന്. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ റെഡ് ഗാർഡിയൻ ഡേവിഡ് ഹാർബർ പൊളിച്ചടക്കിയിട്ടുണ്ട് പുള്ളിക്കാരുടെ റോള്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കോമിക് റിലീഫ് ആയിട്ടുള്ള റോളായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് പുള്ളി വേറെ ലെവലാണ് ഈ സിനിമയ്ക്കകത്ത്. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക മറ്റേ പുള്ളിയാണെങ്കിലും അതുകൂടാതെ തന്നെ ഗോസ്റ്റിന് കുറച്ചും കൂടി പൊട്ടൻഷ്യൽ ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. പുള്ളിക്കാരിയെ കുറച്ചും കൂടി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരുന്ന ക്യാരക്ടർ ബോബ് ഈ ഒരു പടത്തിനകത്ത് അത്യാവശ്യം നൈസായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് എനിക്ക് പറയാനുള്ളത് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ്. കാരണം ഫസ്റ്റ് ഹാഫ് എനിക്ക് ഈ ഒരു പടം ഓൾമോസ്റ്റ് ഒരു 8 ഔട്ട് ഓഫ് 10 എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോഴത്തേക്കും അതാ ഞാൻ പറഞ്ഞത് സ്ക്രിപ്റ്റിൻ്റെ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് അത് കൂടാതെ തന്നെ ഈ ഒരു ക്യാരക്ടറിനെ, അത് ഏത് ക്യാരക്ടറാണെന്ന് ഞാൻ പറയില്ല, അത് പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. ആ ഒരു ക്യാരക്ടറിനെ ഈ ഒരു സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ കുഴപ്പമായിട്ടും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. കാരണം അവർക്ക് ഇനി ഈ ഒരു ക്യാരക്ടറിനെ അതായത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അത് അങ്ങനെ പോയെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് പടത്തിൻ്റെ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടൊരു സീനുണ്ട്, നമ്മുടെ എന്താ പറയുക സാക്ക് സ്നൈഡറിന്റെ ജസ്റ്റിസ് ലീഗിനകത്ത് സൂപ്പർമാൻ വരുന്നത് പോലെ തന്നെ സെൻട്രി വരുന്ന സീനെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ഫൈറ്റ് അത്യാവശ്യം കിടിലനായിട്ടുള്ളൊരു ഫൈറ്റ് തന്നെയാണ്. ആൻഡ് ഫൈറ്റ് അവർക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫൈറ്റും അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് CG ചിലയിടത്ത് പാളിപ്പോയെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ആൻറ്റി ക്ലൈമാറ്റിക് ആയിട്ടുള്ളൊരു എൻഡിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. കാരണം ഫസ്റ്റ് ഹാഫ് അവർ നമ്മളെ ഒരു പടം ഇത്രയും ഒരു ലെവലിൽ കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫ് വന്നിട്ട് തുളച്ചു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര അണ്ടർവെൽമിങ് ആയിട്ടാണ് എനിക്ക് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നെ പടത്തിനകത്ത് ഒരു മിഡ് ക്രെഡിറ്റ് സീനും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഉണ്ട്. മിഡ് ക്രെഡിറ്റ് സീന് വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ പോസ്റ്റ് ക്രെഡിറ്റ് സീന് ഒരു ടീസ് ചെയ്യുന്നുണ്ട് ആൻഡ് ആരൊക്കെ റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെ. സോ ഇത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അടുത്തിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മാർവലിൻ്റെ പടമായിട്ട് എനിക്ക് തോന്നി. സോ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാനുള്ളൊരു പടം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, തണ്ടർബോൾട്ട്സ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, അതായതെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് മറ്റൊരു സൂയിസൈഡ് സ്ക്വാഡ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ പോയത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ സെൻട്രിയെ കാണാൻ വേണ്ടി തന്നെയാണ് പോയത്. അതെനിക്ക് ലഭിച്ചിട്ടും ഉണ്ടായിരുന്നു. ആൻഡ് പടം വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫിലിമിൻ്റെ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 6 ഔട്ട് ഓഫ് 10. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ്. അവർക്ക് പക്ഷേ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. അത് സ്ക്രിപ്റ്റിനകത്ത് ഉണ്ടായിരുന്നൊരു പോരായ്മയും അതുകൂടാതെ ഈ ഒരു അണ്ടർവെൽമിങ് ആയിട്ടുള്ളൊരു സെക്കൻഡ് ഹാഫുമായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ക്ലൈമാക്സ് കുറച്ചും കൂടി നന്നാക്കേണ്ടത് തന്നെയായിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൂ. സോ നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എക്സൈറ്റഡ് ആണോ? നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ സേഫ്. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. പഞ്ച്.